ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും എനിക്ക് ചെടിയുടെ മൂട്ടിലൊന്ന് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരത്തില്ല കേട്ടോ. എല്ലാ ദിവസവും ഇതൊരു പതിവ് ശീലമാണ്. അപ്പോൾ ഇന്നും ഞാൻ രാവിലെ തന്നെ ചെടിയുടെ മൂട്ടിൽ കാപ്പികുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. കാരണം കുറേ ചെടികൾ ഇങ്ങനെ ഒരുപാട് പിടിച്ച് കെട്ടി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ പടർത്തി വിടുന്ന ചെടികളൊക്കെ നമ്മൾ അതിൻ്റെ സമയാസമയങ്ങളിൽ പിടിച്ചിട്ട് കയർ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ അത് കെട്ടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരി വൃത്തിയില്ലാതെയൊക്കെ വളർന്നു പോകും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു എൻ്റെ ഒരു ചെടി നല്ല രീതിക്ക് ഇങ്ങനെ പടർന്നു പോകാണ്ട് തറയിലൊക്കെ കിടക്കുകയാണ്, അപ്പോൾ അതൊക്കെ പിടിച്ച് കെട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു കയറും കത്തിയൊക്കെ ആയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉണക്ക് കാലമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് ചെടികളൊക്കെ വംശനാശം വന്നു കേട്ടോ. കാരണം ഇവിടെ വെള്ളമൊന്നും ഇല്ലാണ്ടിരുന്നപ്പോഴത്തേക്ക് പിന്നെ ഒരുപാട് ചെടികളൊക്കെ കരിഞ്ഞു പോയി. അങ്ങനെ എൻ്റെ ഒരുപാട് എനിക്കിഷ്ടമുണ്ടായിരുന്ന ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക് കയറാണ് ഞാനിത് കെട്ടാനായിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിന് ഒക്കെ ഞാൻ ഈ ഒരു കയറാണ് കേട്ടോ എടുക്കുന്നത്. നല്ല കയറാണ്, അതുപോലെ തന്നെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു കയറാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ ഇന്ന് പിടിച്ച് നല്ല രീതിക്ക് കെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല വയലറ്റ് കളറാണ്. ഇപ്പോൾ ഇത് ഇന്നലെ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഒരു സൈസ് വാടിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. നല്ല ഒരു ഉഷാറായിട്ട് നിന്നൊരു ചെടിയാണ്. പക്ഷേ ഇന്നലെ എനിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് ശരിക്കും വളർന്നു പോകും. സാധാരണ നമ്മൾ മതിലിൻ്റെയൊക്കെ പുറത്തൊക്കെ വളർത്തി കഴിഞ്ഞാൽ അത് ആ മതിൽ മൊത്തം നല്ല നീല കളറിൽ ഇങ്ങനെ വരും. നീലയും അല്ല, ഇതൊരു സൈസ് എന്താ പറയുക, നമ്മളൊരു വയലറ്റ് പോലത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ ഇഷ്ടംമാതിരി നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. ഞാൻ അങ്ങനെ അവരോട് ചോദിച്ച് മേടിച്ചതാണ് കേട്ടോ. ഇത് സാധാരണ വള്ളി പോലെ ഇങ്ങനെ പടർന്ന് അങ്ങ് പൊക്കോളും. എനിക്കിവിടെ മുറ്റത്ത് വേറെ മതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നമ്മുടെ വേപ്പിലാണ് കേട്ടോ ഇത് പടർത്തി വിടുന്നത്. അപ്പോൾ ഇതിന് മുന്നേ വേറൊരു ചെടിയായിരുന്നു ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വംശനാശം വന്ന് പോയിട്ടുണ്ടായിരുന്നു വെയിൽ സമയത്ത്. ഇവിടെ നല്ല വെയിലാണ് ഇപ്പോൾ. സാധാരണ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള വെയിലാണ് കേട്ടോ. അപ്പോൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുത്താലേ ഇത് നല്ല പച്ചപ്പിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഉണക്കത്ത് ഒരുപാട് ചെടികൾ പോയി. അപ്പോൾ ഇപ്പോൾ ഞാൻ മഴയൊക്കെ ആയപ്പോഴത്തേക്കും ചെടികൾ വീണ്ടും വച്ച് പിടിപ്പിച്ചുകൊണ്ട് വരികയാണ്. കാരണം ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി ഒരുപാട് ചെടികൾ ഇനി മുറ്റത്ത് ചെടികളൊക്കെ മേടിച്ചിട്ട് നടേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ പഴയതുപോലെ ഇഷ്ടംമാതിരി ചെടികളൊക്കെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലും ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇതുപോലെ കെട്ടി പടർത്തിയൊക്കെ വിട്ട് കൊടുത്താൽ നല്ല ഭംഗിക്ക് വളരും കേട്ടോ. അപ്പോൾ ഈ മരത്തിൻ്റെ താഴെ ഫുള്ള് റൂബി ഗ്രാസ് ആണ് നിൽക്കുന്നത്. അത് ഉണക്കായപ്പോഴത്തേക്ക് എല്ലാം പോയതായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും ഇത് തിരിച്ചു വരില്ല എന്നാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്ക് പഴയതിൻ്റെന്ന് ശക്തിയോടെ അത് തിരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ മുടിലും നിറച്ചും നമ്മുടെ പോച്ചകളും ഒക്കെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ എനിക്കിനി കുറേശ്ശെ വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മരത്തിലാകുമ്പോൾ നമുക്ക് കയറൊക്കെ കെട്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു ബോട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ട് കെട്ടി തൂക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ ഇടാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കയറി വരുന്ന സ്ഥലത്താണ് ഈ ഒരു മരം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു ചട്ടികളിലൊക്കെ നമ്മുടെ മണി പ്ലാന്റും ഒക്കെ ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ഉണക്കായപ്പോഴത്തേക്ക് പോയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി വീണ്ടും അതെല്ലാം വച്ച് പിടിപ്പിക്കണം. അപ്പോൾ മുമ്പ് നിന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പച്ചപ്പ് കാണുന്നത്. അപ്പോൾ അതുമൊക്കെ എടുത്തിട്ട് പുതിയ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ മരത്തിന് ചുറ്റും വയ്ക്കണം. അപ്പോൾ നല്ല ഭംഗിയല്ലേ, നമ്മൾ കയറിയൊക്കെ വരുമ്പോഴത്തേക്ക് ആ മരത്തിന് ചുറ്റും ഇങ്ങനെ നല്ല പച്ചപ്പിലും ഇതുപോലെ ഒരു ചെടിയൊക്കെ വളർന്ന് നിന്നാൽ കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മുടെ വീട്ടിലെ ചെടികൾ നമ്മൾ തന്നെ നല്ല രീതിക്ക് നോക്കി വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം പോവും. എൻ്റെ പഴയ ചെടികളിൽ ബാലൻസ് വന്ന ചെടികളൊക്കെ ഞാൻ ഇതുപോലെ ചട്ടിയിലാക്കി നല്ല അടിപൊളിയായിട്ട് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നല്ല പച്ചപ്പിലും നല്ല ഭംഗിക്കും തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇനി ബാലൻസ് ചെടികളൊക്കെ നല്ല രീതിക്ക് നോക്കി വളർത്തണമെന്നാണ് എൻ്റെ മനസ്സിൽ. കാരണം എല്ലാം നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ കുറച്ച് നേരമെങ്കിലും ചെടിയുടെ മൂട്ടിൽ സ്പെൻഡ് ചെയ്ത് അത് നല്ല രീതിക്ക് വളർത്തിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മുറ്റം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ പഴയതുപോലെ തന്നെ വീണ്ടും ചെടിയാക്കണമെന്നാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്.